തിരുസഭയെന്ന് ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാമറിയം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന കുട്ടികളായ ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നിവർക്ക് 6 തവണയാണ് 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള കാലയളവിൽ പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഫാത്തിമയിലെ 6 ദർശനങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മറിയം കുട്ടികളോടും അതുവഴി ലോകം മുഴുവനോടും മാതാവ് ആവശ്യപ്പെട്ടത് ഈ പ്രത്യക്ഷീകരണത്തിലൂടെയായിരുന്നു. 1981 ഫാത്തിമയിലെ മാതാവിന്റെ തിരുനാൾ ദിവസമായിരുന്നു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റത്. ഗുരുതരാവസ്ഥയിലായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാത്തിമയിലെ മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥന നടത്തിയിരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ഫാത്തിമയിലെത്തിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാവിന്റെ സന്നിധിയിൽ തന്റെ ശരീരത്തിൽ തുളച്ചു കയറിയ വെടിയുണ്ടയും സമർപ്പിച്ചിരുന്നു. പിന്നീടിത് മാതാവിന്റെ തിരുസ്വരൂപത്തിലുള്ള കിരീടത്തിൽ വെച്ചു. ഫാത്തിമയിലെ മാതാവിന്റെ മധ്യസ്ഥതയിലാണ് താൻ മരണത്തിന്റെ പടിവാതിലിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മാതാവാണ് എന്നെ രക്ഷിച്ചത് എന്ന് ഉരുവിട്ടുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിയുണ്ടയുമായി ഫാത്തിമയിൽ മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിലെത്തിയത്. 2000 മെയ് 13 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവസാനമായി ഫാത്തിമയിൽ എത്തിയത്. 1981 മെയ് 13 സംഭവിച്ച ഈ ദൈവിക ഇടപെടലിന് ഇന്ന് 44 വർഷം തികയുകയാണ്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വെടിവെച്ച് വീഴ്ത്തിയ മുഹമ്മദ് അലിയോട് അന്ന് ക്ഷമിക്കുകയും ചെയ്തിരുന്നു.